പ്രണയത്തിന്റെ തടവറ ഭാഗം 13. മുത്തശ്ശിയുടെ റൂം തുറന്ന് അമ്മ പുറത്തിറങ്ങി ഒന്ന് കോട്ടുവായിട്ട ശേഷം കണ്ണും തിരുമ്മി നോക്കി. എന്നിട്ട് വേഗം അടുക്കളയിലേക്ക് പോയി. അമ്മ, ചായ. അടുക്കള പണിയിൽ ഏർപ്പെട്ടിരുന്ന സുഭദ്രാമ്മ വേഗം തിരിഞ്ഞവളെ നോക്കി. നീ ഇപ്പോൾ ആണോ എഴുന്നേറ്റ് വരുന്നത്? അല്ല അമ്മ, കുറേ നേരമായി. കള്ളം പറയണ്ട, നീ കെട്ടിക്കാറായി. നേരത്തിനും കാലത്തിനും എഴുന്നേൽക്കില്ല. നിന്നെ കെട്ടിച്ചയച്ചാൽ വീട്ടുകാർ എന്നെയാ പറയുക വളർത്തുദോഷമെന്നും. നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരാശ്വാസമായിരുന്നു. എനിക്ക് അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണെന്ന് വല്ല ഓർമ്മയുണ്ടോ നിനക്ക്? എനിക്കെല്ലാം അറിയാം അമ്മ. ഞാൻ ഇനി മുതൽ നല്ല കുട്ടിയാകാം, സത്യം. ഇപ്പോൾ ചായതാ. കുളിക്കാതെ നിനക്ക് ചായ ഇല്ല. പ്ലീസ് അമ്മ, ഇന്നൊരു ദിവസം ക്ഷമി. ചായതാ. അമ്മ സുഭദ്രാമ്മയുടെ കവളിൽ ഒരുമ്മ കൊടുത്തു. പോ പെണ്ണെ, നാറിയിട്ട് പാടില്ല. പല്ല് തേക്കാതെ ഒരുമ്മ. വൈകുന്നേരം അടിക്കുന്നു. സുഭദ്ര കള്ളദേഷ്യത്തിൽ അടിക്കാൻ കൈ ഉയർത്തി. സോറി, പല്ല് തേക്കാതെ ഉമ്മ തന്നത് എന്റെ അമ്മയ്ക്കല്ലേ, സഹിച്ചോ. അവൾ മുഖം വീർപ്പിച്ച് ചായം എടുത്തു നടന്നു. ഹാളിൽ ഇരിക്കുന്നവരെ നോക്കി ചിരിച്ചു. മുത്തശ്ശിയുടെ റൂമിൽ പോയി ഫോൺ എടുത്തു. പിന്നെ വാട്സപ്പ് തുറന്ന് മെസ്സേജ് അയച്ചു. നീ ആരാടി? എനിക്കെന്ന് മെസ്സേജ് അയക്കാൻ പറയടി. ഏതാടി നീ? കാത്തിരിക്കുകയായിരുന്നോ എന്റെ മെസ്സേജിന് വേണ്ടി? ലവ് യു, ഐ ഹേറ്റ് യു. തിരിച്ച് റിപ്ലൈ വന്നു. ഓൺലൈനിൽ കാണിക്കുന്നുമില്ല. വിളിച്ചു നോക്കിയാലോ? വേഗം കോൾ ചെയ്തു. ഫസ്റ്റ് റിംഗിൽ തന്നെ കോൾ എടുത്തു. എന്റെ ഫോൺ കോൾ വെയിറ്റ് ചെയ്യുകയായിരുന്നോ ചേട്ടാ? നിന്നെ ഒരിക്കൽ എന്റെ കയ്യിൽ കിട്ടും. അത് വരെയേ ഉള്ളൂ നിന്റെ ഒളിച്ചുകളി. ധൈര്യമുണ്ടെങ്കിൽ മുന്നിൽ വാടി. അവളും അവളുടെ കള്ളസിനും. പറയടി, ആരടി നീ? ചേട്ടൻ ഇന്ന് ബൂസ്റ്റാണോ കുടിച്ചത്? എന്നാ എനർജി. പിന്നീട് അങ്ങോട്ട് ചെവി പൊട്ടുന്ന രൂപത്തിലുള്ള തെറിയായിരുന്നു. തിരിച്ചു പറയാൻ ഒന്നും വരുന്നില്ല. പിന്നൊന്നും നോക്കിയില്ല. ലവ് യു ഉമ്മ. വെച്ചിട്ട് പോടി. ഹലോ ഹലോ. ഫോൺ വെച്ചോ ദുഷ്ടൻ. അമ്മ വേഗം ഫോൺ ഓഫാക്കി ഫ്രഷ് ആവാൻ പോയി. ഷവർ ഓൺ ചെയ്ത് വെള്ളം ദേഹത്തേക്ക് വീഴുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. അവളുടെ ചിന്ത ആ മെസ്സേജിലേക്ക് വീണു. താൻ നഴ്സിംഗിന് പഠിക്കുമ്പോഴാണ് അവനെ കണ്ടത്. അവൻ മെഡിസിന് പഠിക്കുന്നു. എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛനില്ലാത്തതിനാൽ സ്വന്തം കാലിൽ നിന്നിട്ട് മാത്രമേ വിവാഹം കഴിക്കൂ എന്ന ചിന്തയിൽ നടന്നിരുന്നപ്പോഴാണ് നഴ്സിംഗ് പഠിച്ചാൽ സോപാനത്തിലെ ഹോസ്പിറ്റലിൽ ജോലി തരാമെന്ന് മുത്തച്ഛൻ പറഞ്ഞത്. അതനുസരിച്ചാണ് നഴ്സിംഗ് പഠനത്തിന് ചേർന്നത്. കുറച്ചു പഠിത്തവും കുറച്ചുഴപ്പുമായി നഴ്സിംഗ് പഠനം പുരോഗമിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ക്ലാസ്സിലിരുന്നു ഉറങ്ങി എന്നെ വിനോദ് സാർ കൈയോടെ പൊക്കി ഡെസ്കിൽ തട്ടി വിളിച്ചു. ഞെട്ടി ഉണർന്ന എന്നെ നോക്കി കഴിഞ്ഞോ എന്നൊരു ചോദ്യവും. സാറിനെ നോക്കി വിളിക്കെ ചിരിച്ചു. ഒട്ടും അമ്മാന്തിക്കാതെ ഗെറ്റ് ഔട്ട് അടിച്ചു. പുറത്തേക്ക് നടക്കുമ്പോഴാണ് ഉറക്കം മുറിഞ്ഞ ദേശത്തിൽ പഠിപ്പിക്കുന്ന സാമ്രാജ്യത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിലേക്ക് നടന്നപ്പോഴാണ് വെളുത്ത കോട്ടുമിട്ട് കയ്യിലെ പേനയും കറക്കി ചുണ്ടിലൊരു നനുത്ത പുഞ്ചിരിയുമായി കൂട്ടുകാരോട് വർത്തനം പറഞ്ഞ് അവൻ എന്റെ എതിരെ വന്നത്. അവന്റെ ഡ്രീം ചെയ്ത താടിരോമയ്ക്കിടയിലൂടെ കാണുന്ന നുണക്കുഴിയിൽ ഞാൻ പോലും അറിയാതെ എന്റെ കണ്ണുടക്കി. അവനെയും വഴി നോക്കി നടന്നപ്പോഴാണ് ആരുടെയോ നെഞ്ചിട്ട് ഇടിച്ചു നിന്നത്. ദേഷ്യത്തോടെ മുഖം ഉയർത്തി നോക്കിയപ്പോൾ എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛനില്ലാത്തതിനാൽ സ്വന്തം കാലിൽ നിന്നിട്ട് മാത്രമേ വിവാഹം കഴിക്കൂ എന്ന ചിന്തയിൽ നടന്നിരുന്നപ്പോഴാണ് നഴ്സിംഗ് പഠിച്ചാൽ സോപാനത്തിലെ ഹോസ്പിറ്റലിൽ ജോലി തരാമെന്ന് മുത്തച്ഛൻ പറഞ്ഞത്. അതനുസരിച്ചാണ് നഴ്സിംഗ് പഠനത്തിന് ചേർന്നത്. കുറച്ചു പഠിത്തവും കുറച്ചുഴപ്പുമായി നഴ്സിംഗ് പഠനം പുരോഗമിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ക്ലാസ്സിലിരുന്നു ഉറങ്ങി എന്നെ വിനോദ് സാർ കൈയോടെ പൊക്കി ഡെസ്കിൽ തട്ടി വിളിച്ചു. ഞെട്ടി ഉണർന്ന എന്നെ നോക്കി കഴിഞ്ഞോ എന്നൊരു ചോദ്യവും. സാറിനെ നോക്കി വിളിക്കെ ചിരിച്ചു.
ഒട്ടും അമ്മാന്തിക്കാതെ ഗെറ്റ് ഔട്ട് അടിച്ചു പുറത്തേക്ക്. നടക്കുമ്പോഴാണ് ഉറക്കം മുറിഞ്ഞ ദേശത്തിൽ പഠിപ്പിക്കുന്ന സാമ്രാജ്യത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിലേക്ക് നടന്നപ്പോഴാണ് വെളുത്ത കോട്ടുമിട്ട് കയ്യിലെ പേനയും കറക്കി ചുണ്ടിലൊരു നനുത്ത പുഞ്ചിരിയുമായി കൂട്ടുകാരോട് വർത്തനം പറഞ്ഞ് അവൻ എന്റെ എതിരെ വന്നത്. അവന്റെ ഡ്രീം ചെയ്ത താടിരോമങ്ങൾക്കിടയിലൂടെ കാണുന്ന നുണക്കുഴിയിൽ ഞാൻ പോലും അറിയാതെ എന്റെ കണ്ണുടക്കി അവനെയും വായി നോക്കി നടന്നപ്പോഴാണ് ആരുടെയോ നെഞ്ചത്ത് ഇടിച്ചു നിന്നത്. ദേഷ്യത്തോടെ മുഖം ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് തിരിച്ച് ദേഷ്യത്തോടെ നോക്കിയ രണ്ട് കാപ്പി കണ്ണുകളാണ്. തുടരും.